ഒരു ഫാമിലി സിസ്റ്റത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പാരൻസിനെ അനുസരിക്കണം. വീട്ടിലെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നമുക്കൊരുപാട് അക്കൗണ്ടബിലിറ്റി ഒരു ഫാമിലി സിസ്റ്റത്തിനകത്ത് ഉണ്ട്. പക്ഷേ നിങ്ങൾ മറ്റൊരാളുമായിട്ടൊരു ജീൻ അല്ലെങ്കിൽ ഒരു DNA ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് നിങ്ങളെ അബ്യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് സ്വന്തം പാരൻസ് ആണെങ്കിൽ അവർ നിങ്ങളെ യൂസ് ചെയ്യുകയാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്, നിങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ബാക്കിയുള്ള മക്കളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും വളരെ മോശമായിട്ടുള്ള ഇടപെടലുകളാണ് ഇവർ നടത്തുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വന്തം വെൽബീയിങ്ങും ഹെൽത്തും ചിന്തിക്കണം. ആരായാലും എത്ര അക്കൗണ്ടബിലിറ്റി ഉള്ള, എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും, അത് സ്വന്തം പാരൻസ് ആണെങ്കിൽ പോലും അവർ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും അകന്ന് ജീവിക്കണം. ആർക്കും സ്നേഹമോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി, നമുക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും നമ്മളെ അബ്യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.